ജസ്റ്റ് സർ, അപ്പോൾ നമ്മുടെ ഈ പറയുന്ന റിപ്പീറ്റേഴ്സിന്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഗാലന്റ് ഐഎസിന്റെ റിപ്പീറ്റേഴ്സ് ബാച്ചിന്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഒരുപാട് ആസ്പിറൻസിന്റെ കൺസേൺ മേ ബി പ്രിലിംസിലോ മെയിൻസിലോ ഇന്റർവ്യൂലോ എന്തെങ്കിലും ചെറിയ തട്ടുകേട് കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല, മേ ബി ചെറിയ മാർക്സിന്റെ വ്യത്യാസം കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ദേ മേ ഹാവ് സം സ്ട്രാറ്റജിക് റീസൺസ്, ദേ മേ ഹാവ് സം കോണ്ടന്റ് ഡെഫിസിറ്റ്, സംതിങ് വുഡ് ബി ദർ. അപ്പൊ ശരിക്കും ഇനി അങ്ങോട്ടേക്ക് റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ 2027 ഫോക്കസ് ചെയ്യുന്ന സ്റ്റുഡൻസിനോട് ജാസിം സർ എന്താണ് പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മള് ആ റേസിൽ നിൽക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് തന്നെ ഒരു വലിയ തീരുമാനമാണ്. നമുക്കറിയാം 2026 പ്രിലിംസ് അങ്ങനെ ഒരു പ്രിലിംസ് ആയിരുന്നില്ല. അപ്പോ ഒരാൾ ആദ്യമേ ഇതില് സത്യത്തില് റിപ്പീറ്റർ അല്ല, എന്താണ് യോദ്ധാവാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് സ്ട്രോങ് ആയിട്ട് ഞാൻ UPSC എന്തോ ആവട്ടെ ഞാൻ ഇതിൽ ഉണ്ടാവും എന്ന് തീരുമാനിച്ചുകൊണ്ട് അയാൾ മുന്നോട്ട് പോവാന്ന് പറഞ്ഞാൽ അപ്പം യു ഹാവ് ടു റെസ്പെക്ട് ദ ഡിസിഷൻ. അപ്പൊ സാറിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഐ തിങ്ക് ഈ പ്രിലിംസ് കഴിഞ്ഞിട്ട് ദാറ്റ് പ്രിലിംസ് മീൻസ് ഡിഫറൻസിയേഷൻ എന്തായിട്ടുണ്ട്, ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡൈല്യൂട്ട് ആയിട്ടുണ്ട്. സോ യു സ്റ്റാർട്ട് ഫ്രം ദി മെയിൻ സിലബസ് while also going through the prelim syllabus ആണ് എന്റെ ഒരു പേഴ്സണൽ ടേക്ക് ഇതില്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും ഡൈവേഴ്സ് ആയിട്ടുള്ള GS3 തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. GS3 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓവർലുക്ക് ചെയ്യുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. അഗ്രികൾച്ചർ പോലുള്ള പാട്ടുകൾ വളരെ സിമ്പിൾ. ചില വർഷങ്ങൾ ഇപ്പൊ 2019 എനിക്ക് ഒരു ക്വസ്റ്റൻ ഓർമ്മയുണ്ട്. MSP, അതായത് എക്കണോമിക് കോസ്റ്റ് ഓഫ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്താണ്, MSP പ്ലസ് പ്രൊക്യൂർമെന്റ് ഇൻസിഡന്റ് പ്ലസ് ഡിസ്ട്രിബ്യൂഷൻ. ഇത് അറിയണമെങ്കിൽ സത്യമായിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് പഠിച്ചിട്ടുണ്ടാവണം, അഗ്രികൾച്ചറിന്റെ എന്ത് പഠിച്ചിട്ടുണ്ടാവണം, ബേസിക് പഠിച്ചിട്ടുണ്ടായിരുന്നായിരിക്കണം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളോട് ഫുഡ് സബ്സിഡിനെ പറ്റി ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോ ടെക്നോളജി അഗ്രികൾച്ചർ എടുക്കണം. അപ്പൊ അതിന്റെ ഒരു സോഴ്സ് അനലൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എവിടെ മനസ്സിലാവുക, എക്സാക്ട്ലി മെയിൻസിന്റെ അകത്താണ് കിടക്കുന്നതാണ് മനസ്സിലാവുക. ദാറ്റ്സ് എക്സാക്ട്ലി വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദി എന്താണ് GS3 തന്നെ, അല്ലെങ്കിൽ ഏതെങ്കിലും ചെയ്യുന്നത് കംഫർട്ടബിൾ ആണ് AGS. വി ആർ സ്റ്റാർട്ടിംഗ് ഫ്രം GS3 സിലബസ് ബട്ട് വി തിങ്ക് ബിക്കോസ് ഇറ്റ്സ് വെരി ഡൈവേഴ്സ്. ആ ഡൈവേഴ്സിറ്റിയിൽ അകത്തോണ്ട് പ്രിലിംസും മെയിൻസും ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിച്ചു പോവാന്നുള്ളതാണ് എന്റെ ഒരു പേഴ്സണൽ ടേക്ക്. നമ്മളൊരു ബൈ ഡിസംബർ എങ്ങനെയായിരിക്കും ഈ പറയുന്ന മെയിൻസിന്റെ പോർഷൻസ് അലോങ് വിത്ത് പ്രിലിംസ് എങ്ങനെയായിരിക്കും ഫിനിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് റിപ്പീറ്റേഴ്സ് ഫിനിഷ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് കറക്റ്റായി സ്ട്രാറ്റജൈസ് ചെയ്യാന്നാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്തേക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെപ്റ്റംബർ ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്, പ്രോപ്പർലി GS3 കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. നമ്മളൊരു ഇത് ചെയ്തിട്ട് നമ്മളെ പ്ലാൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡെസിഗ്നേറ്റ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ എന്തിലേക്ക് പോവാന്ന്, GS2 GS1 കൂടെ ക്ലബ് ചെയ്ത് പോവാന്നുള്ളതാണ്. ഡിഫൻസ് എന്ന് വെച്ചാൽ നമുക്ക് GS2 സൊസൈറ്റിയും GS1 സൊസൈറ്റിയും GS2 സോഷ്യൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ സൊസൈറ്റിയും അടുത്തൊരു 2 മാസത്തിന്റെ ഇടയ്ക്ക് നമ്മൾ സൊസൈറ്റിയും അതുപോലെ തന്നെ എന്താണ് GS2 ടോപ്പിക്സും കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. അതിന്റെ ലാസ്റ്റ് ലെഗ് ആയിട്ട് നമ്മൾ പ്രിലിംസ് മെയിൻസിന് കോമൺ തന്നെ ഹിസ്റ്ററിയും ജോഗ്രഫിയാണ് കംപ്ലീറ്റ് ചെയ്യണം. എത്തിക്സ് ഹാസ് ബി കംപ്ലീറ്റ്ലി പാരലലി റൺ. കാരണം ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് എന്തെടുക്കും, കുറച്ച് ടൈം എടുക്കും. Ethics in essay has to be parallelly run. So my take is first complete GS3, go to GS2 plus society, then come to GS1. Ethics and in the നമ്മുടെ essayയും എന്തായിരിക്കണം, പാരലലി ആയിരിക്കണം നമ്മൾ റൺ ചെയ്യണം. അങ്ങനെ തന്നെയാണ് നമ്മൾ പ്ലാൻ ഫൈൽ ചെയ്യുന്നത്. ഇപ്പോ ചില കുട്ടികളുടെ ഒരു കൺസേൺ അല്ലെങ്കിൽ അവരുടെ ഒരു കോമൺ പാറ്റേൺ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ബൈ ഡിസംബർ ഓർ ബൈ നവംബർ ദേ കംപ്ലീറ്റ്ലി സ്വിച്ച് ടു പ്രിലിംസ്. അപ്പം ഇവിടെ നമ്മുടെ സ്ട്രാറ്റജി എന്തായിരിക്കും? നമ്മൾ പ്രിലിംസ് ശരിക്കും നവംബർ ഡിസംബറിലാണോ, അതോ നമ്മൾ ആസ് ഓഫ് നൗ വെൻ വി സ്റ്റാർട്ട് ദീസ് ഇവിടെ തൊട്ട് തന്നെ ഈ പറഞ്ഞ വീക്കെൻഡ്സിലെ ടെസ്റ്റുകളായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണോ ചെയ്യുന്നത്? നമ്മുടെ PCM നമ്മൾ ചെയ്യുന്ന ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡേ, അതായത് സെക്കൻഡ് വീക്ക് തൊട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ടെസ്റ്റിലേക്ക് പോവുകയാണ്. അത് നമ്മൾ അത്രയും നമ്മളിപ്പോ ചെയ്യുമ്പോൾ നമ്മൾ അത്രയും ഇമ്പാക്ട് ഉണ്ടാവുന്ന ഒരിക്കലും വിചാരിച്ച സാധനമാണ്. പക്ഷെ ഫ്രം ദ ഡേ ആഴ്ച സെക്കൻഡ് തൊട്ടിട്ട് അത് ചെയ്തു പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വ്യത്യാസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലോ ആയിട്ട് ഇപ്പൊ ചിലപ്പോ ആൻസറിൽ എഴുതുന്ന ഒരു ന്യൂമറിക്കൽ ആയിട്ടുള്ള സാധനമായിരിക്കാം, നമ്പറിംഗ് ആയിരിക്കാം. ചെറിയ മിസ്റ്റേക്സ് ഇൻക്രിമെന്റലി എന്താണ് കറക്റ്റ് ചെയ്ത് പോവാന്നുള്ളതാണ് ഇതെല്ലാം. സിമിലർലി നമ്മള് ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ നമ്മുടെ ഡിഫറൻസിയേഷൻ ഉണ്ടല്ലോ, അതങ്ങോട്ട് ഡൈല്യൂട്ട് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ GS3 ആണ് പഠിക്കുന്നതെങ്കിലും നമ്മൾ ഇൻ എഫക്ട് അതിൽ എന്തും കൂടെ കൊടുക്കുക, ഒരു പ്രിലിംസ് ടച്ചും കൂടെ പഠിച്ചു പോവാ, കൂടെ ടെസ്റ്റ് ചെയ്ത് പോവാ. നമ്മുടെ കേസിൽ നമ്മൾ വിചാരിക്കുന്ന as soon as GS3 is over, നമ്മള് നവംബർ വരെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ടെസ്റ്റ് നമുക്ക് ഇനീഷ്യലി ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ലെറ്റ്സ് ട്രൈ ഫോർ എന്താണ് കോൺസെപ്ച്വൽ ട്രാക്കർ. കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യുന്ന ടെസ്റ്റുകൾ എടുത്തതിന് ശേഷം നമുക്ക് എന്തിലേക്ക് പോവാം, സബ്ജക്ട് വൈസ് ടെസ്റ്റിലേക്ക് പോവാന്നുള്ളതാണ്. അപ്പം
ഇൻ മൈ നേച്ചർ നമ്മളൊരു GS കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് GS3 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഗോ ഫോർ എക്കണോമിന്റെ ടെസ്റ്റും എൻവിറോൺമെന്റ് ടെസ്റ്റും സയൻസിന്റെ ടെസ്റ്റിലേക്ക് എന്ത് ചെയ്യാം പോകുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അത്രയും പ്രിലിംസിന്റെ പോർഷൻ കഴിഞ്ഞു, മെയിൻസും കഴിഞ്ഞു, പ്രിലിംസിന്റെ പോർഷൻ കഴിഞ്ഞു. പിന്നെ GS2 GS1 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചും കൂടെ എന്ത് ചെയ്യാം ക്വസ്റ്റൻസ് ചെയ്ത് പോകും. സോ ടു ആൻസർ യുവർ ക്വസ്റ്റൻ പ്രിസൈസ്ലി, ഇറ്റ് ഷുഡ് നോട്ട് ബി ലാഗ് ടു November. It has to be taken early and has to be continuously done along with the topics. Yes, nice. And one more thing, it's like കുട്ടികൾ are very much concerned about answer writing part. അത് നമ്മൾ എങ്ങനെയാണ് ഇവിടെ അതിനെ പ്ലേസ് ചെയ്യുന്നത്? ആൻസർ റൈറ്റിംഗ് സർ ഒരുപാട് മിത്സും ഇതുമാണ്. സത്യത്തിൽ ഒരു വലിയ റോക്കറ്റ് സയൻസ് ആയിട്ട് ഇതിനെ കാണുമ്പോഴാണ് കുഴപ്പമെന്നാണ് എന്റെ ഒരു ധാരണ. ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എഴുതാം, ബേസിക്കലി അതാണ് ഇതിന്റെ സയൻസും ഫണ്ടേയും അത് തന്നെയാണ്. ചോദിച്ച ചോദ്യത്തിന് ഡയറക്റ്റീവ് നോക്കി വൃത്തിക്ക് എഴുതാം. അതായത് ചോദിച്ച ചോദ്യത്തിന് നമ്മളിപ്പോ ഫ്രെയിംവർക്കോ എന്തോ ഇടും. ക്വസ്റ്റിന് ഉത്തരം ഉണ്ടാവണം. ക്വസ്റ്റിന് ഉത്തരം ഉണ്ടാവണമെങ്കിൽ വാട്ട് ഐ ഓൾവേസ് ഫീൽ ഇസ് നമ്മൾ എന്ത് ഫ്രെയിംവർക്കും എന്ത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ബേസിക് കോണ്ടന്റ് അറിയാന്നുള്ളതാണ്. അപ്പം അത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. പ്രൊവൈഡ് ദി ബേസിക് കോണ്ടന്റ്. വൺസ് ദി കോൺസെപ്റ്റ് ബേസിക് കോണ്ടന്റ് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദെൻ യു ലേൺ ഹൗ ടു തിങ്ക്. ഇപ്പൊ നമ്മൾ ഇറ്റ്സ് ലൈക്ക് നമ്മളിപ്പോ ഫ്രഞ്ച് റെവല്യൂഷൻ പഠിക്കുകയാണ്. നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷൻ എന്താണെന്ന് ആദ്യം ഉൾക്കൊണ്ടതിന് ശേഷം രണ്ടാമത്തെ ലെവലിൽ നമ്മൾ അതിനെ എങ്ങനെ അനലൈസ് ചെയ്യാണ്? കോസസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ, പൊളിറ്റിക്കൽ കോസസ് ഉണ്ടായിരുന്നു, എക്കണോമിക് കോസസ് ഉണ്ടായിരുന്നു, സോഷ്യൽ കോസസ് ഉണ്ടായിരുന്നു. അങ്ങനെ അനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനോടൊപ്പം നമ്മൾ റൈറ്റിംഗ് കൂടെ കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? അപ്പൊ ഫസ്റ്റ് ബേസിക് ഹാവ് ദി കോണ്ടന്റ് എന്ന് വെച്ചാൽ ലോകത്തുള്ള എല്ലാ കോണ്ടന്റും പഠിച്ചതിന് ശേഷം അല്ല നമ്മൾ എഴുതാം. ബേസിക് ആയിട്ടുള്ള ഇപ്പൊ നമ്മൾ ഇറിഗേഷൻ എന്നുള്ള ടോപ്പിക്കാണ്, ബേസിക് ആയിട്ടുള്ള കോണ്ടന്റ് ഉണ്ടാവും, അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ GS3 മോഡ്യൂൾ കോഴ്സിലൂടെ. Then write all the PYQs. Once you write all the PYQs, then go for the സെക്ഷണൽ ആയിട്ടുള്ള ടെസ്റ്റുകൾ. അതും നമ്മൾ നമ്മുടെ കോഴ്സിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡെസിഗ്നേറ്റഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എക്സാക്ട്. സോ ഡിയർ ആസ്പിരൻസ്, ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ 2027 മേ ബി നമ്മുടേതായിട്ടുള്ള മൈനർ ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഇല്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ നമുക്കുള്ള ഡെഫിസിറ്റ്സ് കാരണം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ദിസ് വുഡ് ബി എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ യു. ഐ സ്ട്രോങ്ലി ബിലീവ് റിപ്പീറ്റേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന മോഡ്യൂൾ കോഴ്സസ് വി ആർ ലോഞ്ചിങ് വെരി സൂൺ. ദാറ്റ് ഈസ് ബൈ ഡിസംബർ ജനുവരി നിങ്ങളുടെ എൻ്റെ പ്രിലിംസ് മെയിൻസ് പൊടി തട്ടിയെടുത്ത് കണ്ടന്റ് എൻറിച്ച് ചെയ്ത് നല്ല രീതിയിൽ ആൻസേഴ്സ് ഒക്കെ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, സ്ട്രക്ചർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഒരുക്കിയെടുക്കുന്ന പ്രിലിംസിന് മെയിൻസിന് ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യണം. നമ്മൾ മെന്റർഷിപ്പിനെ പറ്റിയിട്ട് എക്സാക്ട്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതും ഇതിൽ വളരെ ക്രൂഷ്യലാണ്. നമ്മൾ യു ആർ ജസ്റ്റ് an ഐഡന്റിറ്റി നമ്പർ ഇൻ എ ക്രൗഡ് എന്ന് പറയുന്നത് ഈ എക്സാമിന് ഭൂഷണമല്ല. ലൈക്ക് നിങ്ങൾക്ക് ഇന്റൻസ് ആയിട്ട് പേഴ്സണൽ കെയർ കിട്ടിയെങ്കിൽ മാത്രം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് സിവിൽ സർവീസ് എക്സാം. അപ്പൊ അതിനും കൂടി വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് റിപ്പീറ്റേഴ്സിന്റെ പ്രോഗ്രാം. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾ തീർച്ചയായിട്ടും അക്കാദമിയായിട്ട് ബന്ധപ്പെടാം, സാറുമായിട്ട് സംസാരിക്കാം, മെന്റേഴ്സുമായിട്ട് സംസാരിക്കാം. Once you feel that this is perfectly fitting your requirements, you can enroll for the course. So this is a sure shot solution for all your concerns with regard to prelims and mains. Stay tuned and we will be having more interactions in the coming days. Thank you. Gallant IAS, chasing your passion to ace.